ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ വൈകിയ കാരണം കൊണ്ട് നമുക്ക് വ്യൂസൊക്കെ കുറവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നോടിങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കേട്ടോ, ഇങ്ങനെ നാടൻ കോഴി വളർത്തിയിട്ട് ലാഭം കിട്ടുന്നുണ്ടോ, അപ്പോൾ എങ്ങനെയാണിത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു തരാമെന്ന്. കാരണം നമ്മൾ ഒരാൾ സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരമാവുമല്ലോ, അത് വിചാരിച്ചിട്ട് പറയണത് കേട്ടോ. നാടൻ കോഴി വളർത്തൽ ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭം തന്നെയാണ്. പക്ഷേ ഇതൊരു സൈഡ് ബിസിനസ്സായിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു മെയിൻ ബിസിനസ്സായിട്ട് ഇത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മെയിൻ ബിസിനസ്സായിട്ടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫാം അടിസ്ഥാനത്തിലൊക്കെ കൊണ്ടുപോകണം. ഒരുപാട് കോഴികളെ വളർത്തിയിട്ട് മുട്ട വിറ്റിട്ടൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിര വരുമാനമായിട്ട് കൊണ്ടുപോകണം. നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഇതൊരു പിന്നെ നമ്മുടെ വീട്ടമ്മമാർക്കൊരു സൈഡ് ബിസിനസ് അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. ലാഭമാണോ ചോദിച്ചാൽ ലാഭം തന്നെയാണ്. കാരണം ചില മാസങ്ങളിൽ വിൽക്കും കോഴികളെ, ചില മാസങ്ങളിൽ ചിലപ്പോൾ വിൽക്കലുണ്ടാവില്ല. എല്ലാ മാസമൊന്നും ചിലപ്പോൾ കോഴി വിൽപ്പന പോവില്ല. പിന്നെ മുട്ട ഡെയിലി പോവും. എന്താ വെച്ചാൽ ഡെയിലി വെച്ചാൽ 2 ദിവസം കൂടുമ്പോഴത്തേനും കോഴിമുട്ട വിറ്റ് പോവും. കോഴിമുട്ടയിൽ വരുമാനം കിട്ടും. അല്ലാണ്ട് അതിപ്പോൾ കോഴിമുട്ടയിൽ വരുമാനം കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ കോഴിമുട്ട വിറ്റ പൈസ കൊണ്ട് നമുക്ക് തീറ്റ വാങ്ങാനും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ പിന്നെ കിട്ടലുണ്ടാവില്ല. പിന്നെ കിട്ടുക എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിലേക്കുള്ള കോഴിമുട്ടയും കിട്ടും, പിന്നെ പുറമെ വിൽക്കും ചെയ്യുക. അങ്ങനെ അത് അപ്പോൾ നമുക്കതൊരു ലാഭമാണ്. പിന്നെ നമുക്കിതിൽ നല്ല ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ കോഴികളെ സെയിൽ ചെയ്യും വേണം, കോഴിമുട്ട വിൽക്കും വേണം. അപ്പോൾ എന്നാൽ കോഴിമുട്ട വിൽക്കണ പൈസയും കൊണ്ട് നമുക്ക് ഇവരുടെ തീറ്റയും കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കോഴികളെ വിൽക്കുന്ന പൈസ നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ അതിൽ ലാഭം കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് നാടൻ കോഴീനെ വളർത്തുമ്പോഴത്തേന് കൈ നിറയെ പൈസ കിട്ടുമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കോഴിത്തീറ്റൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിക്കൊക്കെ ഇട്ടത് പോവുക. ചില മാസങ്ങളിൽ നമുക്ക് കോഴികളെ വിൽക്കുമ്പോൾ ഒക്കെ 4000 5000 ഒക്കെ കിട്ടും. അപ്പോൾ ഒക്കെ നമ്മളെ കയ്യിൽ കിട്ടും. അങ്ങനെയുള്ളൊരു വിൽക്കുമ്പോഴുള്ളൊരു ഇത് നമുക്ക് നല്ലൊരു കിട്ടലാണ്. അതേപോലെ മുട്ട വെക്കുമ്പോൾ അവരുടെ തീറ്റയ്ക്കും ഇതൊക്കെ. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ നമുക്ക് വീട്ടിലെ പണിയും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പണികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് സൈഡിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതൊരു പോക്കറ്റ് മണി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വല്ലാണ്ടൊരു ഇതുണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്കിതിൻ്റെ ഇഷ്ടം കൊണ്ട് നമ്മൾ വളർത്തും ചെയ്യും. അങ്ങനെയുണ്ടല്ലോ. ഇന്ന് ചില മാസങ്ങളിലൊന്നും നമുക്കൊന്നും കിട്ടില്ല. നമ്മളെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ട് പൈസ പോകുമായിരിക്കും. എന്നാലും നമ്മൾ നിർത്തില്ല. കാരണം എന്താ, നമുക്ക് ഇവരില്ലാണ്ട് പറ്റില്ല, നമുക്ക് ഇവരില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളങ്ങനെ നോക്കൊന്നുമില്ല. ചിലപ്പോൾ അങ്ങോട്ട് പോവും, ചിലപ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില മാസം കിട്ടും, ചില മാസം കിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലാതെ നാടൻ കോഴി വളർത്തിയിട്ട് പിന്നെ ലാഭം തന്നെ പ്രതീക്ഷിച്ചിട്ട് ആരും നാടൻ കോഴി വളർത്തലിലേക്ക് വരണ്ട കേട്ടോ. അങ്ങനെയാണ് ഇപ്പം ഇതുകൊണ്ടുള്ളൊരു ഇത് ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ലാഭമുണ്ട്. ചില മാസങ്ങളിലുണ്ടാവും, ചില മാസങ്ങളിലുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഫാം അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് BV3 ഇപ്പോൾ കുറച്ച് നാടൻ കോഴിയുണ്ട്, കുറച്ച് BV3 8 കൂടി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് മുട്ട കടകളിൽ കൂടെയൊക്കെ അതേപോലെ വീട്ടുകളിൽ കൂടെയൊക്കെ മുട്ട കൊടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് അത് ഇറച്ചിക്കും ഉപയോഗിക്കുമല്ലോ. നമ്മളുടെ അത് മുട്ടയുടെ കാലം കഴിഞ്ഞാൽ, മുട്ടയിടുന്ന സമയം കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ഇറച്ചിക്കും കൊടുക്കും. അങ്ങനെ 2 രീതിക്ക് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നാടൻ കോഴി ആകുമ്പോൾ നമുക്ക് എല്ലാ ഫുഡ് വേസ്റ്റും എല്ലാ സംഭവവും കൊടുക്കാൻ പറ്റും. പക്ഷേ BV3 8 ആകുമ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ഈ ലെയർ മാഷ് തന്നെ കൊടുക്കണം. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേരം ലേശം ലെയർ മാഷ് കൊടുത്തിട്ട് ബാക്കിയൊക്കെ കൈത്തീറ്റയാണ് കൊടുക്കുക. BV3 8 കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെന്തെങ്കിലുമൊക്കെ അവർ വിശപ്പടക്കാൻ കൊടുക്കാമെന്നല്ലാണ്ട്, അല്ലാണ്ട് നമുക്ക് നാടൻ കോഴികൾക്ക് കൊടുക്കുന്ന പോലത്തെ കൈത്തീറ്റ കൊടുത്താലൊന്നും നമുക്ക് BV3 8 മുട്ട കിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ തീറ്റയുടെയൊക്കെ വില ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് BV3 8 വളർത്തുന്നവർക്കൊക്കെ. അപ്പോൾ ഞാനെപ്പോഴും പറയാം ആളുകളോട് നാടൻ കോഴി വളർത്തിയാൽ മതി എന്ന്. കാരണം ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു ലേശം അരിയോ അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പോ അങ്ങനെയൊക്കെ എടുത്താലും നമുക്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇവരെ വളർത്താൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മളടുത്ത് പൈസ ഇല്ല, നമുക്ക് തീറ്റ വാങ്ങാൻ പൈസ ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് കൊടുത്താലും ഇവരെ വളർത്താം. എന്നാലും ഇവരെ ജീവൻ നിലനിൽക്കും. പക്ഷേ മറ്റവർക്കും ജീവൻ നിലനിൽക്കായല്ല, മറ്റവരെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിലിട്ടിട്ട് മുട്ടക്കായിട്ട് വളർത്തല്ലേ BV3 8 ഒക്കെ. അപ്പോൾ അവർക്ക് എന്തായാലും പാക്കറ്റ് ഫീഡ് നിർബന്ധമാണ്. നാടൻ കോഴികൾക്ക് പാക്കറ്റ് ഫീഡ് ഇല്ലെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് കൊടുത്താലും ഇവർക്ക് മുട്ടയും കിട്ടും. അതേപോലെ ഇവർക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. അതാണ് കേട്ടോ BV3 8 നാടൻ കോഴിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ചിലവരൊക്കെ ഫാൻസി കോഴികളെ അങ്ങനെ ഇങ്ങനെയൊക്കെ വളർത്തുന്നത്, അതിനൊക്കെ നല്ല റേറ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വളർത്തുകയാണെന്നുണ്ടെങ്കിലും അതിന് നല്ല റേറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് 2-3 കോഴികളൊക്കെ വെക്കുമ്പോൾ ഒക്കെ നല്ല പൈസ കിട്ടും.
പിന്നെ നാടൻ കോഴികൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അതുകൊണ്ട് അവർ ഏത് സാഹചര്യത്തിലും നമ്മളെ നാട്ടിൽ ഏത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ചൂടാണെങ്കിലും നല്ല തണവാണെങ്കിലും ഒക്കെ ഇവർ ഈ ഇതുമായിട്ട് പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ട് ഇവർ അതുമായിട്ട് ഇണങ്ങി ചേരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഏത് നാടൻ കോഴിയാണെങ്കിലും ബീഫ് ആണെങ്കിലും ഏത് കോഴിയാണെങ്കിലും വൃത്തിയാണ്. വൃത്തിയില്ലെങ്കിലാണ് പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മളെപ്പോഴും കോഴിക്കൂടും പരിസരങ്ങളും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നാടൻ കോഴി വളർത്തൽ ലാഭം തന്നെയാണ് കേട്ടോ. പിന്നെ അസുഖങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോഴിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കോഴികളിലേക്കൊക്കെ പടർത്താതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഏത് കോഴികളെ വളർത്തണമെങ്കിലും നമ്മൾ ശ്രദ്ധ വേണം. അല്ലാതെ നമ്മൾ കോഴികളാണ് വാങ്ങിയിട്ട് അവിടെ കൂട്ടിലിട്ടിട്ട് അവരെ ശ്രദ്ധിക്കാതിരുന്നാലൊന്നും കാര്യം നടക്കില്ല. ഇപ്പം ഇതിൽ 2-3 കോഴികൾക്ക് കണ്ണിയിൽ കേടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സിപ്ലാക്സ് മേടിച്ച് ഒഴിച്ച് കൊടുത്ത് അവരെ കൂട്ടിലിട്ട് മാറ്റിയിട്ടതിന് ശേഷം കണ്ണീർ കേടൊക്കെ പോയിട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവമുണ്ട്. നമുക്കെന്താ വെച്ചാൽ നാടൻ കോഴിയാകുമ്പോൾ നമുക്ക് അഴിച്ചു വിടാനും പറ്റും. ഇനിയിപ്പോൾ അഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സുഖമാണ്. പുറത്തൊക്കെ അഴിച്ചു വിട്ടാലും അവർക്ക് ഒരു ഫുഡിൻ്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ ഒരു ബൗണ്ടറി ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അഴിച്ചു വിട്ട് വളർത്തുകയാണെങ്കിലും പട്ടിയും കീരിയും നായും ഒന്നും പിടിക്കാത്ത രീതിയിൽ വളർത്തുകയാണെങ്കിലും സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ എപ്പോഴും നാടൻ കോഴിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ അതുമല്ല നാടൻ പൂവനാണെങ്കിലും നാടൻ പേടയാണെങ്കിലൊക്കെ ആളുകൾ ഈ നമ്മുടെ വീട്ടിൽ അഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്നതുകൊണ്ട് ആളുകൾ മേടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും നല്ല വിലയും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും കടകളിലും എല്ലായിടത്തും ആളുകൾ ചോദിക്കുന്നുണ്ട്. തൂക്കമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിനിഷർ കൊടുത്തിട്ട് തൂക്കം വെപ്പിച്ചാൽ മതി. നമുക്ക് ബ്രീഡിങ്ങിനുള്ള പൂവന്മാരാണെങ്കിൽ മാത്രം ഫിനിഷർ കൊടുക്കാതിരിക്കുക. അല്ല കടയിൽക്കൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൂട്ടിലിട്ടിട്ട് ഫിനിഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മര്യാദ തൂക്കം വരും കേട്ടോ. കടക്കാരൊക്കെ തൂക്കത്തിനാണല്ലോ എടുക്കുക. അപ്പോൾ മര്യാദ തൂക്കം വരും. അപ്പോൾ നമുക്ക് അങ്ങനെയും ലാഭം കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബലിയുടെ സമയത്തൊക്കെ നമുക്ക് നാടൻ കോഴികളെ ചോദിച്ചാലൊക്കെ അങ്ങനെയും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ആ സമയത്തൊക്കെ ഒരു സീസണിൽ നമ്മളത്ത് കണ്ടമാനം പൂവനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യക്ക് നമുക്ക് പൂവനെ വിറ്റാലൊക്കെ പൈസ കിട്ടും. പിന്നെ ഒരു നാടൻ കോഴിക്ക് പിടക്ക് 600 രൂപ തന്നെ ഉണ്ടല്ലോ. ശരി, സാധാ ഒരു നാടൻ പിടക്കുണ്ട്. പിന്നെ പുള്ളിയും അതേപോലെ ലൈനേജ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് റേറ്റ് കൂട്ടി കിട്ടും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നാടൻ കോഴി വളർത്തൽ ലാഭം തന്നെയാണ്. പക്ഷേ അതൊരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോക്കറ്റ് മണിയായിട്ട് അതിന് സമ്പാദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ എല്ലാത്തിനും കെയർ ചെയ്യുക, നോക്കുക, ശ്രദ്ധിക്കുക. അതേപോലെ അവരുടെ വിറ്റാമിൻസും മിനറൽസൊക്കെ കൊടുക്കുക. പിന്നെ കൈത്തീറ്റകൾ കൊടുക്കുക. എന്ത് ഫുഡാണെങ്കിലും എന്താണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. അവരെ വെള്ളപാത്രങ്ങൾ കഴുകി വയ്ക്കുക. പിറ്റേ ദിവസം അതിൽ നല്ല വൃത്തിയിൽ വെള്ളങ്ങൾ കൊടുക്കുക. നമ്മൾ മനുഷ്യന്മാരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ വൃത്തിക്ക് വരി നോക്കുക. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല സുഖമാണ്. നമുക്ക് മനസ്സിനൊരു ആനന്ദമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഇവരടുത്തൊക്കെ ഒന്ന് വന്ന് ഇവർ കോഴിമുട്ട ഇട്ടതൊക്കെ പെറുക്കി കൊണ്ടുപോയി അതൊക്കെ കഴുകി എടുത്ത് വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് എടുത്ത് പൊരിക്കാനും നമ്മളെ മക്കൾക്ക് പൊരിച്ചു കൊടുക്കാനും എത്ര വേണമെങ്കിലും നമുക്ക് കൈ മടിക്കാതെ നമുക്ക് കോഴിമുട്ട എടുത്ത് പൊരിച്ച് തിന്നാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ ഒരു കണക്കുണ്ട്. 10 15 ഒക്കെ കൊടുന്നു കഴിഞ്ഞാൽ അത് കഴിയുമല്ലോ എന്നുള്ളൊരു കണക്കുണ്ട്. പക്ഷേ നമുക്കിത് അങ്ങനെയല്ല. ഡെയിലി നമ്മളെ വീട്ടിൽ മുട്ട എടുത്ത് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. മുട്ടയുടെ ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നല്ല പ്രോട്ടീൻ റിച്ച് അല്ലേ. അതുകൊണ്ട് എത്ര കോഴിമുട്ട കഴിച്ചാലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ആദ്യമൊക്കെ കോഴിമുട്ട ഒന്നേ കഴിക്കാൻ പാടുള്ളൂ, വെള്ള കഴിക്കാൻ പറ്റുള്ളൂ, മഞ്ഞ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ എല്ലാ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ തുറന്നാൽ ഈ കോഴിമുട്ടനെ പറ്റിയിട്ടുള്ള ഗുണങ്ങളേ ഉള്ളൂ പറയാൻ. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ നന്നായിട്ട് കോഴിമുട്ട കഴിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് നാടൻ കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് കൊടുക്കാനില്ലാത്ത പ്രശ്നം ഇതേ ഉള്ളൂ. കാരണം ഇപ്പോൾ കോഴികളൊക്കെ കുറഞ്ഞു. ഒരുപാട് ആളുകൾ മുട്ടയിടുന്ന കോഴിനെ ചോദിച്ച കാരണം കൊണ്ട് മുട്ടയിടുന്ന കോഴിനെയൊക്കെ ഒരുപാട് കൊടുത്തു. ഇപ്പോൾ നമുക്ക് പേരൻസ് സ്റ്റോക്ക് കുറവാണ്. ഇനിയിപ്പോൾ ഈ കുട്ടികളൊക്കെ വലുതായിട്ട് വേണം നമുക്ക് പേരൻസ് സ്റ്റോക്ക് കിട്ടണമെങ്കിൽ തന്നെ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ കുട്ടികളെ പിടിക്കോഴി ഇതേപോലത്തെ 3 മാസമായ കുട്ടികളാണത്. അവരെ ചോദിക്കുമ്പോൾ അവരെയും കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ വളർത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളടുത്ത് വന്നിട്ട് ഇവർ ചോദിക്കണത്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ അതിൽ ബാക്കി വരുന്ന കോഴികളെ പിന്നെ ഇവിടെ നിർത്താറുള്ളൂ. പിന്നെ മുട്ടയിടുന്ന കോഴീനെ ചോദിക്കുമ്പോൾ അതും കൊടുക്കും. പിന്നെ അടയിരിക്കുന്ന കോഴികളെ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ പുള്ളി അത് ഇത് എന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് സെക്ഷനായിട്ട് ഞാൻ വളർത്താറൊന്നുമില്ല കേട്ടോ. എല്ലാ കോഴികളെയും ഞാൻ വളർത്തും. എല്ലാവർക്കും വേണ്ടി ജീവിക്കുക. അല്ലാണ്ട് പുള്ളി കോഴികൾക്ക് മാത്രം അല്ലെങ്കിൽ ഭംഗിയുള്ള കോഴികളെ മാത്രം നോക്കി വളർത്തലൊന്നുമില്ല ഞാൻ. എന്താ വെച്ചാൽ എല്ലാവർക്കും അള്ളാൻ്റെ ഭൂമിയിൽ ജീവിക്കണമല്ലോ. അപ്പോൾ പുള്ളി ആയാലും ലൈനേജ് ആയാലും അതേപോലെ ബ്ലാക്ക് മാത്രമായാലും അല്ലെങ്കിൽ ഒറ്റ കളറായാലും എല്ലാ കോഴികളെയും ഞാൻ വളർത്തിട്ടോ. അതിൻ്റെ ഇടയിൽ എല്ലാ കോഴികളും ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ നാടൻ കോഴി വളർത്തൽ ലാഭമാണോ ചോദിച്ചാൽ ലാഭം തന്നെയാണ്. നമുക്കൊരു പോക്കറ്റ് മണി തന്നെയാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്കൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. അപ്പോൾ ഇതൊരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ ആ സംശയം എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കോഴികളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാ. താങ്ക് യു.